പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. കൂടുതൽ വാഹനത്തിരക്കുള്ള റോഡിൽ നിന്നും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ മാനുവൽ സംവിധാനം വഴി ഗ്രീൻ സിഗ്നൽ തെളിയിച്ച് വാഹനങ്ങളെ കടത്തിവിടും. ട്രാഫിക് എസ്ഐ വി.എ. കബീറിന്റെ നേതൃത്വത്തിൽ ട്രയൽ റൺ നടത്തിയ ശേഷമാണ് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചത്. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ആയിഷ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന ബൈപ്പാസ് ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. 13 വർഷം മുമ്പ് ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും വാഹനക്കുരുക്കിന് ഇടയാക്കുന്നുവെന്ന പരാതി ഉയർന്നതോടെ സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു. കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഭാഗത്തു നിന്നും മാനുവൽ സ്വിച്ച് അമർത്തി ഗ്രീൻ സിഗ്നൽ ലൈറ്റ് തെളിയിച്ച് വാഹനങ്ങളെ വേഗത്തിൽ കടത്തിവിടാവുന്ന സംവിധാനത്തോടെയാണ് ഇപ്പോൾ സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കുന്നത്. ജംഗ്ഷനിലെ 4 റോഡുകളിൽ നിന്നും നിശ്ചിത സെക്കൻഡുകൾ സമയം ഗ്രീൻ സിഗ്നൽ ലൈറ്റ് തെളിയുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാം. എന്നാൽ കൂടുതൽ വാഹനത്തിരക്കുള്ള റോഡിൽ നിന്നും വാഹനങ്ങളെ മാനുവൽ സ്വിച്ച് ഓണാക്കി ഗ്രീൻ സിഗ്നൽ ലൈറ്റ് തെളിയിച്ച് ഉടനെ പോകാൻ അനുവദിക്കും. ട്രാഫിക് എസ്ഐ വി.എ. കബീറിന്റെ നേതൃത്വത്തിലാണ് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ച് തുടങ്ങിയത്. ഇന്ന് മുതൽ അതായത് ആയിഷ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ഓണാക്കിയിരിക്കുകയാണ്. അത് മുന്നേ അത് ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇപ്പോൾ അത് മാനുവലാക്കിയിട്ടുണ്ട്. പോലീസ് അതിൻ്റെ തിരക്കുള്ള ഭാഗത്ത് നിയന്ത്രിച്ച് ആ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള സംവിധാനം ഇതിലുണ്ട്. തിരക്കുള്ള ഭാഗത്തേക്ക് ട്രാഫിക് പെട്ടെന്ന് ഒഴിവാക്കാനും അതുകൊണ്ട് മറ്റുള്ള ഭാഗത്ത് തിരക്ക് കുറയ്ക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നുള്ളതാണ് ഒരു നേട്ടം. പിന്നെ ജനങ്ങൾ ഫ്രീ ലെഫ്റ്റുകാർ അതെടുത്ത് പോകേണ്ടതാണ്. വണ്ടികൾ ഫ്രീ ലെഫ്റ്റ് നോക്കി പോകണം. അതിന് നമ്മൾ ഒരു തടസ്സം ചെയ്തിട്ടില്ല. മാത്രമല്ല ഇതുകൊണ്ട് പൊതുജനങ്ങൾ ഈ പരിസരത്ത് 100 മീറ്റർ ചുറ്റളവിൽ പാർക്കിംഗ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. എല്ലാവരും നമ്മളോട് സഹകരിക്കുക. ഇത് കുറേ കാലം മുടങ്ങി കിടന്നതാണ്. പിന്നെ ഇത് മാനുവൽ സിസ്റ്റം ഉണ്ടാക്കിയതുകൊണ്ട് അത് നമ്മൾ ട്രയൽ റൺ നടത്തുകയാണ്. ഇത് സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. സക്സസ് ആക്കാൻ പറ്റും. കാരണം തിരക്കുള്ള ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ സ്വിച്ച് മാനുവലായിട്ട് ഓൺ ചെയ്തിട്ട് തിരക്കുള്ള ഭാഗത്ത് സിഗ്നൽ ട്രാഫിക് പെട്ടെന്ന് സുഗമമാക്കി വിടാനുള്ള സജ്ജീകരണം ഇതിൽ നടത്തുന്നുണ്ട്. എല്ലാവരും ജനങ്ങൾ സഹകരിക്കുക. വാഹനക്കുരുക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന പെരിന്തൽമണ്ണയിലെ ഒരു ജംഗ്ഷനാണ് കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷൻ. മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും കൂടുതൽ റൂട്ടുകളിലേക്ക് ബസ്സുകൾ പോകുന്നത് ഈ ജംഗ്ഷൻ വഴിയാണ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് ജംഗ്ഷൻ പെടുന്നത്. ജംഗ്ഷനിൽ 200 മീറ്ററിനുള്ളിൽ റോഡിന്റെ വശങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചു. ഈ ജംഗ്ഷനിലെയും ട്രാഫിക് ജംഗ്ഷനിലെയും സിഗ്നൽ ലൈറ്റുകൾ രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.